എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ആഴ്ച നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസത്തിലെ ലാസ്റ്റ് മന്ത് വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. ഓക്കെ, അതിലെ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. സോ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഡെയിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ഒരു ഡൗൺ ട്രെൻഡ് വന്നിട്ട് തിരിച്ച് മാർക്കറ്റ് ചെറിയൊരു പുൾ ബാക്ക് തന്ന് വീണ്ടും റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്ന് ഒരു ലാസ്റ്റ് ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നൊരു പുൾ ബാക്ക് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെയുള്ള ലിക്വിഡിറ്റീസ് എല്ലാം ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മേ ബി ഈ ഒരു ഡൗണിലേക്ക് മാർക്കറ്റ് വന്നാൽ പോലും നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു 154 171 എന്ന് പറയുന്ന ഒരു ബൈയിങ് റേഞ്ച് തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചൊരു പുൾ ബാക്ക് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡോജി ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ട്രെൻഡിൻ്റെ റിവേഴ്സൽ ആവുന്നതിൻ്റെ ഒരു ചെറിയൊരു സൂചന തരാറുണ്ട് പലപ്പോഴും. ഓക്കെ, ഇവിടെ ഡോജി ക്യാൻഡിൽ ആയതുകൊണ്ട് മാർക്കറ്റ് തിരിച്ചൊരു റിവേഴ്സൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഓർഡർ ബ്ലോക്കിലേക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള FEGയിലേക്കോ മാർക്കറ്റ് ഒന്ന് വന്നിട്ട് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. 171 രൂപയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. നല്ലൊരു വീണ ശേഷമാണ് മാർക്കറ്റ് ഒന്ന് പതിയെ കയറുന്നത്. ഇതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നതിന് അറൗണ്ട് 2500 ആ ഒരു റേഞ്ചിൽ നിന്നൊരു മാർക്കറ്റായിരുന്നു. അവിടെ നിന്ന് ഏകദേശം 9 രൂപ അല്ലെങ്കിൽ 8 രൂപ ആ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് പോയ ശേഷമാണ് മാർക്കറ്റ് പതിയെ ഇപ്പോൾ കയറുന്നത്. സോ ഇത് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. വീക്ക്ലി എന്ന് പറയുന്നത് ഒബിയിൽ തന്നെ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബെയ്ഡ് ഫിൻസർവ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ബജാജ് ഫിൻസർവ് അല്ല, ബെയ്ഡ് ഫിൻസർവ് എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. അതിൻ്റെ ഡെയിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ നൽകി കഴിഞ്ഞു. തിരിച്ച് റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്ന് വീണ്ടും ആ ഒരു ചെറിയൊരു ഒബിയിലേക്ക് തന്നെ മാർക്കറ്റ് തിരിച്ചെത്തിയിട്ടുണ്ട്. സോ ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 21.70 എന്ന് പറയുന്ന പ്രൈസാണ്. 21 രൂപ 70 പൈസ. മാർക്കറ്റ് ഏകദേശം ഇവിടെ ഉണ്ടായിരുന്ന ഈ ലിക്വിഡിറ്റി ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടാണ് താഴെ മേലെ കയറി വീണ്ടും ഇവിടെയുള്ള ലിക്വിഡിറ്റിയും കൂടെ ടേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് വരുന്നുണ്ട്. ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു 20 രൂപ 21 രൂപ ആ റേഞ്ച്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. 18 രൂപ 70 പൈസയും അതുപോലെ 19 രൂപ ആ ഒരു റേഞ്ചും നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ബെയ്ഡ് ഫിൻസർവ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്ക് അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കാംലിൻ ഫൈൻ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. കാംലിൻ ഫൈൻ സയൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഇതിൻ്റെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇത് തന്നെ ഒരു 94 രൂപയിൽ നിന്നും ഏകദേശം 102-103 രൂപ വരെ പോയിട്ടുണ്ടായിരുന്നു. ഒരു 8% അല്ലെങ്കിൽ ഒരു 9% മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു FEGയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 4 അവർ നോക്കുന്ന സമയത്ത് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയ ശേഷം ഇവിടെ ഈ ഒരു ഒബിയിലേക്ക് മാർക്കറ്റ് വരും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒബിയിലേക്ക് വന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കാണ് മാർക്കറ്റ് വന്നത്. ജസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഏകദേശം വ്യാഴാഴ്ചയായിരുന്നു. ഓക്കെ, വ്യാഴാഴ്ച വൈകുന്നേരം 3:15 വരെ മാർക്കറ്റ് വന്നിട്ട് നമുക്ക് വെള്ളിയാഴ്ച ആണ് ആ ഒരു ദിവസമാണ് 8% അല്ലെങ്കിൽ 9% ഒരു മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ വിചാരിച്ചു ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് എത്തുമെന്ന് വിചാരിച്ചു. വെള്ളിയാഴ്ച ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിയിട്ട് നമുക്ക് നോക്കാം എന്ന രീതിയിലാണ് വിചാരിച്ചത്. പക്ഷേ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നും മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. സോ നമുക്ക് ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കാണ്. ഇൻ കേസ് ഇനി മാർക്കറ്റ് താഴെ വന്ന് ഇവിടെയുള്ള ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ട് വീണ്ടും ഈ ഒബിയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് കയറുകയാണെങ്കിൽ പോലും നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 98 രൂപ 85 പൈസയാണ്.
കാംലിൻ ഫിൻസൈൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഓക്കെ, നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അതിന് ശേഷമാണ് ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നൽകിയിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വന്ന ആ ഒരു OBയിലേക്ക് വരുന്നതിന് പകരം FVGയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. സോ നമുക്ക് ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ വാങ്ങിച്ചിട്ട് ഹോൾഡ് ചെയ്യുക. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ആ ഒരു 10% അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ആഴ്ച ഈ ഒരു 3 സ്റ്റോക്കാണ് നമ്മൾ നോക്കിയതിൽ നമുക്ക് ഏകദേശം ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ വന്ന് നിൽക്കുന്ന സ്റ്റോക്ക്. അത് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 സ്റ്റോക്കും അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. മന്ത് എൻഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് സ്റ്റോക്സ് നമുക്ക് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. നമ്മൾ അടുത്ത എന്താ പറയുക, ഈ ആഴ്ചയോട് കൂടി നമ്മളിപ്പോൾ ഈ 2 മാസം കംപ്ലീറ്റ് ആവും. നമ്മൾ ഏപ്രിലാണ് ഈ പ്രൊജക്റ്റ് 5K എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ 3 മാസം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു റിവ്യൂ എന്ന രീതിയിൽ നമ്മളൊരു വീഡിയോ ഇടുന്നതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകൾ, ഇനീഷ്യലി പറഞ്ഞ കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ പറഞ്ഞു മിനിമം 1 മന്ത് അല്ലെങ്കിൽ മാക്സിമം 3 മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു റിവ്യൂ വീഡിയോ തീർച്ചയായിട്ടും ഇടുന്നതാണ്. നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകൾ എത്രത്തോളം % അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ആ റിവ്യൂവിൽ ഉൾപ്പെടുത്തിയിട്ട് പറയുന്നതാണ്. ഓക്കെ, അത് അടുത്തൊരു മാസം കൂടി കഴിഞ്ഞിട്ട്, അതായത് ഏപ്രിൽ, മെയ്, ജൂണും കൂടി കഴിഞ്ഞിട്ട് ജൂലൈയിൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.